Welcome back to yet another episode of Mother's Recipe Iftariyat. റമദാൻ സമയത്ത് ഏറ്റവും കൂടുതൽ റെസിപ്പീസ് തിരഞ്ഞ് നമ്മൾ ഒരാളടുത്തും കൂടി എത്തി. തൃശ്ശൂരുകാരിയായ നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലായ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ സജിനി ഫുഡി ഇറക്കിയിരിക്കുന്നു. നിങ്ങൾക്കൊരു മിസ്റ്ററി ബോക്സ് നിങ്ങളുടെ മുന്നിൽ വെച്ചിടാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ബോക്സിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ബോക്സാണ് സെലക്ട് ചെയ്യുന്നത് ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങളൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കി കാണിക്കണം. വലിയ ടാസ്ക് ആണ് ഇപ്പോൾ. ആദ്യം ബോക്സ് ഒന്ന് സെലക്ട് ചെയ്യുന്ന അല്ലെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ പറ്റും. ഏത് ബോക്സാണ് അത് പറയും. 1 2 3 എന്തുകൊണ്ട് 3 1 2 3 4 അതെന്താ കണക്കാ 1 2 3 4? അത് എൻ്റെ ഒരു കണക്കാണ്. അങ്ങനെ എന്തായാലും അദ്ദേഹം ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ദേ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മദേഴ്സ് റെസിപ്പിയുടെ ഒരു സഷയുണ്ട്. അതേപോലെ തന്നെ ഷെസ്വാൻ ചട്നിയും പിന്നെ പൊട്ടേറ്റോ ബോയിൽഡ് ചിക്കൻ ഷ്രെഡഡ് ആൻഡ് കുക്ക്ഡ് ഓൾറെഡി ചീസ്. ഇന്നേ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് എന്നോട് പറ, നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു ചിക്കൻ ചീസ് ബോൾസ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വെച്ചതിനെ ഓക്കെ, പറഞ്ഞോളൂ. ഇത് നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ ഒരു 200 ഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ബോയിൽ ചെയ്ത പൊട്ടറ്റോ, പിന്നെ മൈദ, കോൺഫ്ലവർ, കൊറിയാണ്ടർ ലീവ്സ്, ചോപ്ഡ് അനിയൻസ്, പിന്നെ അതുപോലെ തന്നെ ക്രഷ്ഡ് റെഡ് ചില്ലി, ബ്രെഡ് ക്രംസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. സ്പൈസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് മദേഴ്സ് റെസിപ്പീൻ്റെ ബട്ടർ ചിക്കൻ മസാലയാണ്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല സ്പൈസും അതും മദേഴ്സ് റെസിപ്പീൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, മദേഴ്സ് റെസിപ്പീൻ്റെ ഒരു പ്രൊഡക്ട്സിലും MSG ഇല്ല. സൂപ്പർ. എന്ത് ഓ നാക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ ബൗളിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ മാഷ്ഡ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്ത ചിക്കനാണ്, ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചോപ്പ് ചെയ്ത അനിയൻസ് ഇടുന്നുണ്ട്. ഓക്കെ, ഒരു 2 ടീസ്പൂൺ. അടുത്തതായിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൽ സ്പൈസസ് ആണ് ആഡ് ചെയ്യണത്. ഇത് നമ്മൾ ഒരു 1 ടീസ്പൂൺ ബട്ടർ ചിക്കൻ മസാല ഈ മിക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിതിൽ ഒരു ഐറ്റം കൂടെ മെയിൻ ആയിട്ടുള്ളത് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, കുറച്ച് ഗരം മസാല. അതും മദേഴ്സ് റെസിപ്പീൻ്റെ ഗരം മസാലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതും ഒരു ടേബിൾ സ്പൂൺ. ക്രഷ്ഡ് റെഡ് ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു കട്ട്ലറ്റ് മോഡൽ തന്നെയാണ് അല്ലേ? ഞാൻ ശരിക്കും വിചാരിച്ചത് നിങ്ങൾ ചിലപ്പോൾ കട്ട്ലറ്റ് പറയുന്ന ആയിരുന്നു. അല്ല, അത് കട്ട്ലേറ്റ് അല്ല, കട്ട്ലേറ്റിൻ്റെ ഒരു ബന്ധക്കാരൻ. അപ്പോൾ ഇതാ ഈ മസാല നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ചീസ് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്നും കൂടെ ഒന്ന് ഇതേപോലെ ബോളാക്കാം. ചീസ് ഒട്ടും പുറത്തേക്ക് വരരുത്, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബോംബല്ലേ ചീസ്. അപ്പോൾ ഇത് ബോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിപ്പ് ചെയ്യാനുള്ള കുറച്ച് മൈദയും 2 to 3 ടീസ്പൂൺ മൈദ, ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര ബോൾസ് ഉണ്ടോ അതിനനുസരിച്ച്. കണക്കൊന്നും അളവൊന്നും ഇല്ല. പിന്നെ കോൺഫ്ലവർ രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതാ ബ്രെഡ് ക്രംസ്. ആദ്യം നമ്മുടെ മൈദ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ബ്രെഡ് ക്രംസിൽ. നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തിടണം, അല്ലെങ്കിൽ ഇത് ഫുള്ള് കുക്കാവില്ല. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിടണം. പിന്നെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, സാധനം ഏകദേശം റെഡിയായി. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ പൊട്ടിത്തെറിക്കുന്നു? അതാ ചീസ് പുറത്തേക്ക് വരണമെങ്കിൽ പൊട്ടിത്തെറിക്കുന്നത്. ഞാൻ കുറച്ച് അങ്ങോട്ട് വെക്കല്ലേ? അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ കിച്ചണിൽ കയറാത്തത്. കുറച്ച് ധൈര്യം വേണം കിച്ചണിൽ കയറണമെങ്കിൽ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള മദേഴ്സ് റെസിപ്പീൻ്റെ ഷെസ്വാൻ ചട്നിയാണ് ഞാൻ ഡിപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് അതിൽ മുക്കി കഴിച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് അല്ല. പക്ഷെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ ഇതിൽ വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും മദേഴ്സ് റെസിപ്പി, എല്ലാം മദേഴ്സ് റെസിപ്പി, അതല്ലേ ഞാനും പറയുന്നത്.
ഇനി ഇതിൻ്റെ കൂടെ ഈ ചട്നിയാണ് ഇതിൻ്റെ സൂപ്പർ കോമ്പിനേഷൻ. അടിപൊളി. താങ്ക് യു. ഇനി വിത്ത് നമ്മുടെ ചട്നി സൂപ്പർ. വീണ്ടും ഈ റമദാനിൽ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന റെസിപ്പിയായിട്ട് മദേഴ്സ് റെസിപ്പി ഇഫ്താർ ഇയർ നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് ഗസ്റ്റ് സ്റ്റേ ട്യൂൺഡ്.